നമസ്കാരം. നമുക്ക് പഠിക്കാം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾസ് ആയിരുന്നു. ഡെഫിനറ്റ് ആൻഡ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ്, അതിൻ്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റമാണ്. ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എല്ലാ മത്സര പരീക്ഷകൾക്കും, പ്രത്യേകിച്ച് LD ക്ലർക്ക്, PSC മത്സര പരീക്ഷകൾക്ക് റെഗുലർലി ആസ്ഡ് ആയ ഒരു ഐറ്റമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. As you all know, parts of speech are 8 in numbers. ആ 8 parts of speechകളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് adjectives and adverbs. Adjective എന്ന് പറഞ്ഞാൽ a word that qualifies a noun. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് adjective. Adverb എന്ന് പറഞ്ഞാൽ a word that qualifies a verb. ഈ കാര്യങ്ങളെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലൂടെ ഡിവൈഡ് ചെയ്യുക. പ്രധാനമായിട്ടും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസിൽ 3 ഡിവിഷൻസ് ആണുള്ളത്. വൺ ഈസ് പോസിറ്റീവ്, നെക്സ്റ്റ് വൺ ഈസ് കമ്പാരിറ്റീവ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സൂപ്പർലേറ്റീവ്. യു ഓൾ നോ ഗ്രേറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് ഗ്രേറ്റ്. Great batsman, batsman is a noun. Great is an adjective. So അതിനെ നമുക്ക് ഈ 3 ഫോംസിലേക്കും എഴുതുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. പോസിറ്റീവിൽ ഗ്രേറ്റ്, കമ്പാരിറ്റീവിൽ ഗ്രേറ്റർ, സൂപ്പർലേറ്റീവിൽ ഗ്രേറ്റസ്റ്റ്. അപ്പോൾ മനസ്സിലായി കാണും, ഗ്രേറ്റിന്റെ കൂടെ ER ചേർത്തപ്പോൾ കമ്പാരിറ്റീവ് ഫോം കിട്ടിയിരിക്കുന്നു, EST ചേർത്തപ്പോൾ സൂപ്പർലേറ്റീവ് ഫോം കിട്ടിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. As you all know, the opposite of big is small, smaller, smallest. ഇതുപോലുള്ള കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഫോംസ് ധാരാളം ഉണ്ടാവും, നമുക്കറിയാം. അതുപോലെ തന്നെ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്, ക്വിക്ക്, ക്വിക്കർ, ക്വിക്കസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വരിക. But general, there is a general rule. We can understand a general rule. When we add ER to the positive word, greatന്റെ കൂടെ ER ചേർത്തപ്പോൾ we have got a comparative form. EST ചേർത്താലോ സൂപ്പർലേറ്റീവ് ഫോം കിട്ടും. അപ്പോൾ അതാണ് ഇതിലെ പ്രധാനമായ റൂൾ. ഇനി വേറൊരു വാക്കുണ്ട്, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ബ്യൂട്ടിഫുള്ളർ അല്ല. ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് മോർ ബ്യൂട്ടിഫുൾ ആണ്. സൂപ്പർലേറ്റീവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ഈ വ്യത്യാസം എന്താണ്? സാധാരണ നമ്മൾ പറഞ്ഞ റെഗുലർ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ER ചേർക്കുമ്പോൾ കമ്പാരിറ്റീവും EST ചേർക്കുമ്പോൾ സൂപ്പർലേറ്റീവും കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. പോസിറ്റീവ് വേർഡിന്റെ കൂടെ മോർ വന്നപ്പോൾ കമ്പാരിറ്റീവ് ഫോം കിട്ടിയിരിക്കുന്നു, മോസ്റ്റ് വന്നപ്പോൾ സൂപ്പർലേറ്റീവ് ഫോം കിട്ടിയിരിക്കുന്നു. ജനറലി ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്ഷരം കൂടുതലുള്ള വാക്കുകളാണെങ്കിൽ കമ്പാരിറ്റീവിൻ്റെ കൂടെ മോറും സൂപ്പർലേറ്റീവിൻ്റെ കൂടെ മോസ്റ്റും വരും. ബട്ട് ടു ബി സ്പെസിഫിക്, കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വേർഡ്സ് ഹാവിങ് മോർ ദാൻ 2 syllables. സിലബിൾസ് ആസ് യു മേ നോ, നമ്മുടെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലങ്സിൽ നിന്നാണ്. ലങ്സിൽ നിന്ന് പുറത്തേക്ക് ഒറ്റ സ്ട്രെച്ചിൽ പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സിലബിൾ. A word having more than 2 syllables will have more with the comparative and most with the superlative. രണ്ടിലധികം സിലബിൾസ് ഉള്ള വാക്കുകളാണെങ്കിൽ
കമ്പാരിറ്റീവിൻ്റെ കൂടെ മോറും സൂപ്പർലേറ്റീവിൻ്റെ കൂടെ മോസ്റ്റും വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുപോലെ മറ്റൊരു ആഡ്ജക്റ്റീവാണ് സക്സസ്ഫുൾ. കമ്പാരിറ്റീവ് ഈസ് മോർ സക്സസ്ഫുൾ ആൻഡ് ദ സൂപ്പർലേറ്റീവ് ഫോം ഈസ് മോസ്റ്റ് സക്സസ്ഫുൾ. നമുക്കറിയാം ട്രയംഫന്റ് വേറൊരു വേർഡാണ്. മോർ ട്രയംഫന്റ്, മോസ്റ്റ് ട്രയംഫന്റ്. ഇനി ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത രണ്ട് ഇറഗുലർ കമ്പാരിസൺസ് ഉണ്ട്. അതുകൂടെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് അറിയാൻ സാധിച്ചേക്കും. ഗുഡിന്റെ കമ്പാരിറ്റീവ് ബെറ്റർ ആണ്. സൂപ്പർലേറ്റീവോ ബെസ്റ്റ്. ഗുഡിന്റെ ഓപ്പോസിറ്റ് ആസ് യു ഓൾ നോ ബാഡിന്റെ കമ്പാരിറ്റീവ് വേഴ്സ്, സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ്. Actually, this is the stepping stone to the understanding of degrees of comparison. ഇത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ബട്ട് without having a thorough understanding about these basics or fundamentals, we can't proceed. Degrees of comparison മനസ്സിലാക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. These are the stepping stones or rather foundations. Great, greater, greatest. Big, bigger, biggest. Small, smaller, smallest. വലിയ വാക്കുകൾ having more than 2 syllables. Beautiful, more beautiful, most beautiful. Successful, more successful, most successful. We have two law breakers, that is irregular comparisons. Good, better, best, bad, worse and worst. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിച്ചത്. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ തരത്തിലൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ഫസ്റ്റ് വൺ ഈസ് സച്ചിൻ ഈസ് the greatest batsman in India. Sachin is the greatest batsman in India. ഇത് ഒരു എന്ത് തരം സെന്റൻസ് ആണ്? This sentence is a superlative sentence. Why? Because we have a superlative word here, that is the greatest. The greatest എന്നുള്ള സൂപ്പർലേറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ട് എന്തായിരിക്കും ഈ സെന്റൻസ്? സൂപ്പർലേറ്റീവ് സെന്റൻസ് ആണ്. Now our task is, the job in hand is, we have to convert this sentence into comparative form without changing any meaning of this. ഇതിൻ്റെ അർത്ഥവ്യത്യാസമില്ലാതെ ഇതിനെ കമ്പാരിറ്റീവ് വേർഡാക്കി മാറ്റണം, കമ്പാരിറ്റീവ് സെന്റൻസ് ആക്കി മാറ്റണം. ആസ് യു ഓൾ നോ, ഗ്രേറ്റസ്റ്റിന്റെ കമ്പാരിറ്റീവ് എന്താ? ഗ്രേറ്റർ. നമുക്ക് ലെറ്റ്സ് ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. വളരെ ഈസിയാണ്, അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എങ്ങനെയാണോ ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് അതുപോലെ, ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് ഓക്സിലറി. സബ്ജക്ട് സച്ചിൻ, ഓക്സിലറി ഈസ്, അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വേർഡ് ഈസ് ദ. തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾസിൽ നമ്മൾ പഠിച്ചതാണ്. സൂപ്പർലേറ്റീവ് വേർഡ് ആണോ അതിന് മുൻപ് ദ വന്നേ പറ്റൂ. ഓൾ സൂപ്പർലേറ്റീവ് വേർഡ് ഷുഡ് ബി പ്രിസീഡഡ് ബൈ ദ വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ തെറ്റാണ്. സൂപ്പർലേറ്റീവ് വേർഡ് ആയതുകൊണ്ട് ദ എഴുതിയിരിക്കുന്നു. നൗ വി ആർ അറ്റംപ്റ്റിംഗ് ദ കമ്പാരിറ്റീവ് ഫോം. കമ്പാരിറ്റീവ് വേർഡ് ആയതുകൊണ്ട് ദ വേണ്ട, അതുകൊണ്ട് വി ആർ ഒമിറ്റിംഗ് ദ ഹിയർ. നെക്സ്റ്റ് വേർഡ്, അടുത്ത വേർഡ് എന്താ? ഗ്രേറ്റർ. ദ പോയിരിക്കുന്നു. ഗ്രേറ്റസ്റ്റിന്റെ കമ്പാരിറ്റീവ് ഫോമായ ഗ്രേറ്റർ എഴുതി. ഇത് ഒരു റൂളാണെങ്കിൽ സൂപ്പർലേറ്റീവ് ഉണ്ടോ കൂടെ ദ വരണം, മുൻപ് ദ വരണം എന്ന് പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ് ആണോ ശേഷം എന്ത് വരണം? ദാൻ. ദിസ് ഇസ് ഇംപറേറ്റീവ്, ദിസ് ഇസ് എ മസ്റ്റ്. കമ്പാരിറ്റീവ്, ഓൾ കമ്പാരിറ്റീവ് ഫോംസ് ഷുഡ് ബി സക്സീഡഡ് ബൈ ദാൻ. ഇങ്ങനെയാണ് വരിക. അടുത്തതായിട്ട്, സച്ചിൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആണ് എന്ന് പറയുമ്പോൾ സച്ചിൻ ഇന്ത്യയിലെ മറ്റേതൊരു ബാറ്റ്സ്മാനേക്കാളും മികച്ചതാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. മറ്റേതൊരു എന്ന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എനി അതർ. I shall repeat this once more. ഒരിക്കൽ കൂടെ പറയാം.
സബ്ജക്ട് പ്ലസ് ഓക്സിലറി ചോദ്യം തുടങ്ങിയതുപോലെ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇത് കമ്പാരിറ്റീവ് ആയതുകൊണ്ട് ദ ഇവിടെ ഇല്ല. ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന വേർഡ് സൂപ്പർലേറ്റീവ് ആയതിനാൽ അതിന്റെ കമ്പാരിറ്റീവ് ഫോമായ ഗ്രേറ്റർ എഴുതിയിരിക്കുന്നു. പിന്നീട് കമ്പാരിറ്റീവിന്റെ കൂടെ വരേണ്ട ദാൻ എഴുതിയിരിക്കുന്നു. മറ്റേതൊരു അർത്ഥമുള്ള എനി അതർ വന്നിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടേ? ചോദ്യത്തിലെ സൂപ്പർലേറ്റീവ് വേർഡ് ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ശേഷമുള്ള കാര്യം എടുത്തെഴുതിയാൽ ഉത്തരമായി. ദാറ്റ് ഈസ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. അപ്പോ നമ്മുടെ ഫൈനൽ ആൻസർ ആയിരിക്കുന്നു സച്ചിൻ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവം ഈ സെന്റൻസ് നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് we can clarify it after this. Second question. Mumbai is the richest city in India. Mumbai is the richest city in India. This is a sentence. എങ്ങനെ നമുക്കതിനെ കമ്പാരിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും? ദാ വരുന്നു, മുംബൈ യെസ്. അടുത്തതായിട്ട് ദ വരില്ല, കാരണം റിച്ചസ്റ്റ് സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ദ എഴുതി. നൗ വി ആർ അറ്റംപ്റ്റിംഗ് കമ്പാരിറ്റീവ് ഫോം, അതുകൊണ്ട് റിച്ചർ എഴുതിയിരിക്കുന്നു. റിച്ചറിന് ശേഷം കമ്പാരിറ്റീവിന് ശേഷം ദാൻ വന്നിരിക്കുന്നു. മറ്റേതൊരു എന്നർത്ഥമുള്ള എനി അതർ വന്നിരിക്കുന്നു. സൂപ്പർലേറ്റീവ് വേർഡ് റിച്ചസ്റ്റ് ആണ്. റിച്ചസ്റ്റിന് ശേഷമുള്ള എടുത്തെഴുതിയാൽ ഫൈനൽ ആൻസർ ആവും ദാറ്റ് ഈസ് എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ we have done 2 examples of the converting superlative sentences into comparative forms. ആ കൺവേർഷന് 2 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. മുംബൈ ഈസ് ഇവിടെ ദ ഒമിറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്. റിച്ചർ കമ്പാരിറ്റീവ് വേർഡ് റിച്ചസ്റ്റിന്റെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം ദാൻ എഴുതണം. മറ്റേതൊരു അർത്ഥമുള്ള എനി അതർ എഴുതണം. പിന്നെന്താ? സൂപ്പർലേറ്റീവ് വേർഡിന് ശേഷമുള്ള കാര്യം എഴുതുമ്പോൾ ഫൈനൽ ആൻസർ ആയിരിക്കുന്നു സിറ്റി ഇൻ ഇന്ത്യ. ഇത് രണ്ടുമാണ് അതിൻ്റെ ആൻസർ. ഇത് ക്ലിയർ ആയെങ്കിൽ we can move on to the next segment, that is attempting the positive one. പോസിറ്റീവ് എങ്ങനെയാക്കാം എന്ന് നമുക്ക് നോക്കുക. ഗ്രേറ്റസ്റ്റ്, ഗ്രേറ്റർ ആൻഡ് ദ പോസിറ്റീവ് വേർഡ് ഈസ് ഗ്രേറ്റ്. ഗ്രേറ്റ് എങ്ങനെയാക്കണം? ഗ്രേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങേണ്ടത് നോ അതർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സൂപ്പർലേറ്റീവ് വേർഡ് ആണെന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ്. സൂപ്പർലേറ്റീവിന് ശേഷമുള്ള കാര്യം എടുത്തെഴുതുക. ദാറ്റ് ഈസ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. നോ അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. അടുത്തതായിട്ട് ഓക്സിലറി വെർബ് എഴുതണം. ഓക്സിലറി ഇവിടുത്തെ ഈസ് ആണ്, ഈസ്. അടുത്തതായി അല്പം മാറ്റി പോസിറ്റീവ് വേർഡ് എഴുതുക. പോസിറ്റീവ് വേർഡിന് ഇടതും വലതുമായി ആസ് ഇട്ട് കൊടുക്കുക. നോ അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ ഈസ് ആസ് ഗ്രേറ്റ് ആസ് അദ്ദേഹത്തിന്റെ പേര് സച്ചിൻ. എങ്ങനെ കിട്ടിയെന്ന് ഒരിക്കൽ കൂടെ പറയാം. പോസിറ്റീവ് വേർഡ് ആക്കാനായിട്ട് നോ അതർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സൂപ്പർലേറ്റീവ് വേർഡ് ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം, ഗ്രേറ്റസ്റ്റ്. അതിനുശേഷം ഉള്ള കാര്യം എന്താണോ അതെടുത്ത് എഴുതുക. നോ അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. അടുത്തതായിട്ട് ഓക്സിലറി ഈസ് ആണെന്നറിയാം. പോസിറ്റീവ് വേർഡായ ഗ്രേറ്റ്, അതിന് പ്രിഫിക്സും സഫിക്സുമായി മുന്നും പിന്നുമായി ആസ് ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിന്റെ പേരെഴുതുക സച്ചിൻ. ആൻസർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതിന് ഉത്തരം അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും. മുംബൈ ഈസ് എ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. മുംബൈ ഈസ് റിച്ചർ ദാൻ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. ഇനി നമുക്ക് പോസിറ്റീവ് വേർഡ് അറ്റംപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് റിച്ച്. എങ്ങനെ ചെയ്യാം? നോ അതർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, നോ അതർ. അടുത്തതായി സൂപ്പർലേറ്റീവ് വേർഡ് റിച്ചസ്റ്റ് ആണ്. റിച്ചസ്റ്റിന് ശേഷമുള്ള കാര്യം സിറ്റി ഇൻ ഇന്ത്യ. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ. ഓക്സിലറി വെർബ് എഴുതിയിരിക്കുന്നു ഈസ്.
അല്പം മാറ്റി പോസിറ്റീവ് വേർഡ്, ദാറ്റ് ഈസ് റിച്ച്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആസ്. സിറ്റിയുടെ പേരെന്താ? മുംബൈ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എങ്ങനെ വരിക? മുംബൈ ഈസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. കമ്പാരിറ്റീവ് ഫോം കണ്ടു, മുംബൈ ഈസ് റിച്ചർ ദാൻ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. സൂപ്പർലേറ്റീവ് ഫോം കണ്ടു, നോ അതർ സിറ്റി ഇൻ ഇന്ത്യ. എങ്ങനെ കിട്ടി? നോ അതർ എഴുതണം, ദാറ്റ് ഈസ് കസ്റ്റമറി. സൂപ്പർലേറ്റീവ് വേർഡ് റിച്ചസ്റ്റ് ആണ് ശേഷമുള്ള സിറ്റി ഇൻ ഇന്ത്യ. ഓക്സിലറി വെർബ് ഈസ് എഴുതിയിരിക്കുന്നു. റിച്ച് പോസിറ്റീവ് വേർഡ് എഴുതി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആസ് എഴുതിയിരിക്കുന്നു. മുംബൈ. ഇതാണ് ഫൈനൽ ആൻസർ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് നമുക്കിനി നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ ചേഞ്ച് ഉള്ളൊരു കാര്യം ഇവിടെ നമ്മൾ എഴുതുകയാണ്. ദ്രാവിഡ് was one of the greatest batsmen in India. Dravid is one of the greatest batsmen in India. Adana namukulla. The question in hand is this. So what's the difference here? One of the വന്നിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ ചേഞ്ച്. വൺ ഓഫ് ദ വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് കോംപ്രിഹെൻസീവ് ആയിരുന്നു, അബ്സല്യൂട്ട് ആയിരുന്നു. സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സച്ചിനേക്കാളും ഗ്രേറ്റ് ആയിട്ട് ആരുമില്ല. ഇതങ്ങനല്ല. ഹി ഈസ് വൺ അമംഗ് ദിസ് ലീഗ്. കൂട്ടത്തിൽ ഒരാളാണ് ഇത്. ദ്രാവിഡ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും നമുക്ക് നോക്കാം. നേരത്തെ പോലെ തന്നെ സബ്ജക്ട് ദ്രാവിഡ് പ്ലസ് ഓക്സിലറി വാസ്. വൺ ഓഫ് വരില്ല, ദയും വരില്ല. എന്തുകൊണ്ട് വരില്ല? ഗ്രേറ്റസ്റ്റിന്റെ കമ്പാരിറ്റീവ് ഫോമായ ഗ്രേറ്റർ ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ദ്രാവിഡ് വാസ് ഗ്രേറ്റർ. അടുത്തതായി ഗ്രേറ്ററിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ എഴുതണം ദാൻ. ഇനിയാണ് കാര്യമുള്ളത്. നേരത്തെ നമ്മൾ എഴുതിയത് ഒരു സ്വീപ്പിംഗ് എനി അതർ ആയിരുന്നു. എനി അതർ എന്ന് പറഞ്ഞാൽ മറ്റാരേക്കാളും മികച്ചത് എന്ന് നമുക്ക് പറയാം. ഇതങ്ങനല്ല. ഏറ്റവും മികച്ച ആളുകളുടെ ലീഗിൽ പെടുന്ന, ആ എലൈറ്റ് ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ് ദ്രാവിഡ്. അപ്പൊ ദ്രാവിഡിനോളം മികച്ചതോ അതിനേക്കാളും മികച്ചതോ ആയ ആളുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. ദ്രാവിഡ് വാസ് ഗ്രേറ്റർ ദാൻ എനി അതറിന് പകരം ഇവിടെ എഴുതേണ്ടത് എന്തായിരിക്കും? മോസ്റ്റ് അതർ. ശ്രദ്ധിക്കുക, എനി അതറിന് പകരം മോസ്റ്റ് അതർ. ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. എനി അതർ എന്ന് പറഞ്ഞാൽ സ്വീപ്പിംഗ് ആണ്, അബ്സല്യൂട്ട് ആണ്. ഇതങ്ങനല്ല. ഇത് മറ്റ് പലരേക്കാളും എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പൊ എനി അതറിന് പകരം ഇവിടെ മോസ്റ്റ് അതർ. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? സൂപ്പർലേറ്റീവ് വേർഡിന് വലത്തോട്ട് കിടക്കുന്ന കാര്യം, ദാറ്റ് ഈസ് ബാറ്റ്സ്മെൻ ഇൻ ഇന്ത്യ. ഈ എക്സ്പ്രഷൻ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ബാറ്റ്സ്മെൻ ആണ് നമുക്ക് കിടക്കുന്നത്, നോട്ട് ബാറ്റ്സ്മാൻ. നേരത്തെ ബാറ്റ്സ്മാൻ ആയിരുന്നു, കാരണം ഹീസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ സച്ചിൻ ഈസ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ. വൺ ഓഫ് വന്നാൽ പലരിൽ ഒരാളാവണം. അതുകൊണ്ട് ദിസ് ഈസ് പ്ലൂറൽ. സോ ദിസ് പ്ലൂറൽ ഷുഡ് ബി റിപ്പീറ്റഡ് ഹിയർ ആസ് വെൽ. ഇവിടെയും ആവർത്തിക്കണം. നമ്മുടെ ആൻസർ ഇതാണ്. ദ്രാവിഡ് വാസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ ബാറ്റ്സ്മെൻ ഇൻ ഇന്ത്യ. Okay, now let's move on to the next question, that is number 1, 2. Kolkata is one of the most populated cities in India. Kolkata is one of the most populated cities in India. എങ്ങനെ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുക? സബ്ജക്ട് പ്ലസ് ഓക്സിലറി. കൊൽക്കത്ത ഈസ് വൺ ഓഫ് വരില്ല, ദ വരില്ല, കാരണം ഇത് കമ്പാരിറ്റീവ് എഴുതുന്നതുകൊണ്ട് ഇല്ല. മോസ്റ്റ് പോപ്പുലേറ്റഡിന്റെ കമ്പാരിറ്റീവ് എല്ലാവർക്കും അറിയാം, മോസ്റ്റ് പോപ്പുലേറ്റഡ്. മോർ പോപ്പുലേറ്റഡിന്റെ
മോസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന കമ്പാരിറ്റീവ് ആണ് മോർ പോപ്പുലേറ്റഡ്. ഇത് ഒരു വലിയ പോപ്പുലർ മിസ്റ്റേക്ക് ആളുകൾ വരുത്തുന്നതാണ്. മോർ ദാൻ പോപ്പുലേറ്റഡ് എന്ന് എഴുതും. അങ്ങനല്ല. മോർ പോപ്പുലേറ്റഡ് ഈസ് എ കമ്പാരിറ്റീവ് ഫോം ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. സോ ദാൻ ഷുഡ് ബി റിട്ടൺ ഓൺലി ആഫ്റ്റർ ദിസ്. മോർ പോപ്പുലേറ്റഡ് ഒറ്റ യൂണിറ്റെ കണക്കാക്കണം, അതിനുശേഷമേ ദാൻ വരുള്ളൂ. കൊൽക്കത്ത ഈസ് മോർ പോപ്പുലേറ്റഡ് ദാൻ എന്താ വരിക? മോസ്റ്റ് അതർ. ഇനി അതറിന് പകരം മോസ്റ്റ് അതർ. സിറ്റീസ് ആണ്, പ്ലൂറൽ ആണ്, അതും ശ്രദ്ധിക്കുക. സിറ്റീസ് തന്നെ എഴുതണം. സിറ്റീസ് ഇൻ ഇന്ത്യ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എങ്ങനെ വരുന്നു? കൊൽക്കത്ത ഈസ് മോർ പോപ്പുലേറ്റഡ് ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു attempting what the positive form in this segment. നമുക്ക് ഈ പോസിറ്റീവ് ഫോം എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. അതായത് ശ്രദ്ധിക്കുക, ദ്രാവിഡ് വാസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ ആയിരുന്നല്ലോ. നമ്മൾ നേരത്തെ ചെയ്തത് സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ, അതിൽ വന്നത് നോ അതർ ബാറ്റ്സ്മാൻ എന്നായിരുന്നു. നോ അതർ ബാറ്റ്സ്മാൻ എന്നായിരുന്നു നമ്മൾ പോസിറ്റീവിൽ വന്നത്. എന്നാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വെരി ഫ്യൂ, വളരെ കുറച്ച്. വെരി ഫ്യൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കി സൂപ്പർലേറ്റീവ് വേർഡിന് വലത്തോട്ട് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം ഇത് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാനല്ല എക്സാമിന് ചോദിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം OMR മെത്തേഡാണ്. OMR മെത്തേഡ് ആയതുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്തേ പറ്റൂ. OMR മെത്തേഡ് ആയതുകൊണ്ട് ചെറിയ ഡിഫറൻസിൽ, ചെറിയ വ്യത്യാസത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് വാച്ച്ഫുൾ. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? വാസ് ആണ് നമ്മുടെ ഓക്സിലറി. വി കാൺ യൂസ് വാസ് ഹിയർ. ഇവിടെ നമുക്ക് വാസ് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് യൂസ് ചെയ്യണം? വാസിന്റെ പ്ലൂറൽ ഫോം യൂസ് ചെയ്യണം, വേർ യൂസ് ചെയ്യണം. കാര്യം എന്താ? വെരി ഫ്യൂ ബാറ്റ്സ്മെൻ. ദ സബ്ജക്ട് ഹിയർ ഈസ് പ്ലൂറൽ. ബാറ്റ്സ്മെൻ പ്ലൂറൽ ആയതുകൊണ്ട് വാസിന്റെ പ്ലൂറൽ ഫോമായ വേർ യൂസ് ചെയ്യണം. വെരി ഫ്യൂ ബാറ്റ്സ്മെൻ ഇൻ ഇന്ത്യ വേർ, നേരത്തെ പോലെ തന്നെ ആസ് ഗ്രേറ്റ് ആസ്. പോസിറ്റീവ് വേർഡ് ലെഫ്റ്റും റൈറ്റും ആസ്. അദ്ദേഹത്തിന്റെ പേര് ദ്രാവിഡ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ലെറ്റ് മീ റിപ്പീറ്റ്. നേരത്തെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെരി ഫ്യൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നോ അതറിന് പകരം വെരി ഫ്യൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സൂപ്പർലേറ്റീവ് വേർഡായ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ എഴുതുക. ഓക്സിലറി എഴുതണം. വി ഹാവ് ടു റൈറ്റ് വെയർ ഹിയർ. എന്തുകൊണ്ട്? വാസിന്റെ പ്ലൂറലായ വേർ എഴുതണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? പോസിറ്റീവ് വേർഡ് എടുത്ത് എഴുതുക. ലെഫ്റ്റ് റൈറ്റ് ആസ് ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിന്റെ പേരെഴുതുമ്പോൾ ആൻസറായി. ഇവിടെ എന്ത് ചെയ്യണം? വെരി ഫ്യൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സൂപ്പർലേറ്റീവ് വേർഡിന് വലത്തോട്ട് മോസ്റ്റ് പോപ്പുലേറ്റർ ആണ് സൂപ്പർലേറ്റീവ് വേർഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? സിറ്റീസ് ഇൻ ഇന്ത്യ. ഇവിടുത്തെ ഓക്സിലറി ഈസ് ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ദ plural form of is, that is are. Very few cities in India are as positive word populated ആണ്. As Kolkata. This is the final answer. Very few cities in India. Very few എഴുതി. സൂപ്പർലേറ്റീവ് വേർഡിന് വലത്തോട്ട് കിടക്കുന്ന സിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്സിലറി എഴുതിയിരിക്കുന്നു. ഈസിന്റെ പ്ലൂറലായ ആർ. പ്ലൂറൽ ആക്കാൻ കാരണം സിറ്റീസ് ആണ്, അതുകൊണ്ട് പ്ലൂറൽ ഫോമേ വരുള്ളൂ. ആർ. പോസിറ്റീവ് വേർഡ് ലെഫ്റ്റും റൈറ്റും ആസ് ഇട്ട് കൊടുക്കുക. സിറ്റിയുടെ പേര് എഴുതുക. ഇതാണ് ഫൈനൽ ആൻസർ. രണ്ട് കാര്യങ്ങളും, രണ്ട് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കമ്പാരിറ്റീവ് പോസിറ്റീവ് ഫോംസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ ചില പ്രധാന പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ഏറെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സമയപരിധി മൂലം ഇന്ന് നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് സമീപിച്ച് നോക്കാം.
അതിൻ്റെ ആൻസർ എല്ലാവരും തന്നെ ധാരാളം എൻട്രീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ ശരിയുത്തരം അയച്ചവർക്ക് സമ്മാനങ്ങളുമുണ്ട്. സെലക്ട് ചെയ്യുന്നവർക്ക് ഹിസ് ഡ്രീം വാസ് ടു ബിക്കം ഡാഷ് MD of his family business dash Vinayaka Hotels. Being dash student of high caliber, he will become dash MD one day or the other. That was the question. Answer എന്താ വരിക? His dream was to become the MD. കാരണം the വരാൻ കാരണം one and only ആണ്. ഫാമിലി ബിസിനസ്സിന് ഒരു MD യെ കാണൂ, ആ സ്ഥാനം കിട്ടണം എന്നാണ് ആഗ്രഹം. The MD of his family business, the Vinayaka Hotels. നമ്മൾ പറഞ്ഞു ഹോട്ടൽ ശൃംഖലകൾ, റെസ്റ്റോറൻറ്റുകൾ, അതിന് കൂടെ ദ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ബീയിങ് ഡാൻസ് സ്റ്റുഡൻറ് ഓഫ് ഹൈ കാലിബർ, ബീയിങ് എ സ്റ്റുഡൻറ് because there may be so many students of high caliber. Caliber, you know, standard, capacity, അവരുടെ കഴിവാണ്, സ്കിൽ, മെറ്റൽ, അഡ്രോയിഡ്നെസ്, കഴിവാണ്. കഴിവുള്ള, നന്നായി പഠിക്കുന്ന, ടാലന്റഡ് ആയ കുട്ടികൾ ധാരാളം കാണും. അതിൽ ഒരാളാണ് നമ്മുടെ കുട്ടി. അപ്പോൾ എങ്ങനെ വരാം? ബീയിങ് എ സ്റ്റുഡൻറ് ഓഫ് ഹൈ കാലിബർ, ഹി വിൽ ബിക്കം ദ MD. സ്പെസിഫിക് ആണ്, അതുകൊണ്ട് ആർട്ടിക്കിൾ അത് തന്നെ ഉപയോഗിക്കണം. ദ MD, one day or the other. This was the answer. This is the question of the day. Usain Bolt is the fastest sprinter in the world. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ പ്രൊണൗൺസിയേഷൻ യു ആണ്. ദർ ഇസ് നോ ഉ ഇൻ ഇംഗ്ലീഷ്. നോട്ട് ഉസൈൻ ബോൾട്ട്, നോട്ട് ഉഗാണ്ട, ദാറ്റ് ഇസ് യുഗാണ്ട ഇൻ ഇംഗ്ലീഷ്. യുറുഗ്വേ, നോട്ട് ഉറുഗ്വേ. ശ്രദ്ധിക്കുക, അത് യുസൈൻ ബോൾട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് സ്പ്രിന്റർ ഇൻ ദ വേൾഡ്. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വി ഹാവ് 4 ചോയ്സസ്. ഇതിലെ ശരി ഉത്തരം ഏതാണെന്ന് ABCD ഏതാണെന്ന് നോക്കുക. അത് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്താൽ മതിയാവും. ആൻസേഴ്സ് ഇതൊക്കെയാണ് ചോയ്സസ്. യുസൈൻ ബോൾട്ട് is the faster than any other sprinter in the world. No other sprinter in the world is faster to Usain Bolt. Usain Bolt is faster than any other sprinter in the world. Usain Bolt is faster than most other sprinters in the world. We have 4 choices and one of these choices, one answer is correct. Your duty is to pick up the right one. Now it is time to call it a day because of the constraints of time. നമുക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും വർക്ക് ചെയ്യുക. I think you will consider this class seriously. വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് നമ്മൾ പറയുക. നിങ്ങൾക്കുള്ള മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇന്ന് ചെയ്യിച്ച ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് എക്സർസൈസസ് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. Now I am signing off. Vinod, thank you.